ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ സെറ്റ് എക്സാമിന് വേണ്ടി എല്ലാവരുടെയും പ്രിപ്പറേഷൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സെറ്റ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വളരെ അടുത്തെത്തി കഴിഞ്ഞു. അങ്ങനെയുള്ള ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മളുടെ പ്രീവിയസ് നടന്ന സെറ്റ് എക്സാമിന്റെ റിസൾട്ട് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത്രയും അധികം കുട്ടികൾ നമ്മളുടെ CCയിൽ നിന്നും സെറ്റ് ക്രാക്ക് ചെയ്തവരാണ്. ഓക്കെ, അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഇവരെയൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ കോംപ്ലക്സോമെട്രിക് ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഫോർ ദി ഡിറ്റർമിനേഷൻ ഓഫ് കാൽഷ്യം in presence of magnesium and other metals is dash a reagent. Option A, Pitzer-Moffat indicator. Option B, Pattern and Reed's indicator. Option C, Barfoot's reagent. Option C, Witt's reagent. അതായത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മളിപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റൽ അയോൺസിന്റെ പ്രസൻസിൽ, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മഗ്നീഷ്യത്തിന്റെ പ്രസൻസിൽ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. അതിൽ Mg2+ അയോൺ പ്രസന്റ് ആണ്, Ca2+ അയോൺസ് പ്രസന്റ് ആണ്. നമ്മൾ സാധാരണ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് EDTA ടൈട്രേഷൻ വഴിയാണ്, അതും നമുക്കറിയാം അല്ലേ? അപ്പോൾ EDTA ടൈട്രേഷന്റെ ടൈമില് മഗ്നീഷ്യത്തിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പോലും മഗ്നീഷ്യത്തിനെ ഡിറ്റക്ട് ചെയ്യാണ്ട് കാൽഷ്യത്തിനെ മാത്രം ഡിറ്റക്ട് ചെയ്യുന്ന റിയേജന്റ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ക്വസ്റ്റ്യൻ? നമുക്കറിയാം, പാറ്റേൺ ആൻഡ് റീഡേഴ്സ് ആണ്, ഇൻഡിക്കേറ്റർ ആണ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇതൊരു അസോഡൈ ആണ്. സാധാരണ EDTA ടൈട്രേഷന്റെ ടൈമിൽ ബാക്കിയുള്ള മെറ്റൽ അയോൺസ്, പ്രിഫറബിളി നമ്മൾ പറയുകയാണെങ്കിൽ മഗ്നീഷ്യത്തിന്റെ ഒക്കെ പ്രസൻസിലും കാൽഷ്യത്തിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റിയേജന്റ് ആണ് പാറ്റേൺ ആൻഡ് റീഡേഴ്സ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിയേജന്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഹാർഡ് വാട്ടറിലേക്ക് കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നതിന് ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അവിടെയൊക്കെ മഗ്നീഷ്യം അയോൺസും ഉണ്ടാവാം. അപ്പൊ മഗ്നീഷ്യം അയോൺസിന്റെ പ്രസൻസിൽ കാൽഷ്യത്തിനെ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന റിയേജന്റ് ആണ് പാറ്റേൺ ആൻഡ് റീഡേഴ്സ് റിയേജന്റ്. ഇതൊരു അസോ ഡൈ ആണ്. ഓക്കെ, മറക്കാണ്ട് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ അയോൺ എക്സ്ചേഞ്ച് ആൻഡ് മോളിക്കുലാർ സീവ്സ്. ഓപ്ഷൻ എ ടാൽക്, ഓപ്ഷൻ ബി സിലിക്ക ജെൽ, ഓപ്ഷൻ സി പെർമ്യൂട്ടിറ്റ്, ഓപ്ഷൻ ഡി മിഷ് മെറ്റൽ. അതായത് സാധാരണ അയോൺ എക്സ്ചേഞ്ച് റെസിൻസിലും അതേപോലെ മോളിക്കുലാർ സീവ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എല്ലാം കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവുന്നതാണ്. ടാൽക്ക് അല്ലെ, സിലിക്കയുടെ എക്സാമ്പിൾ ആണ്. സിലിക്ക ജെല്ല്, പെർമ്യൂട്ടിറ്റ്, മിഷ് മെറ്റൽ. അതിൽ മിഷ് മെറ്റൽ അല്ലാതെ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതില് പെർമ്യൂട്ടിറ്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സിയോളൈറ്റ് ഗ്രൂപ്പിൽ വരുന്ന മെറ്റീരിയൽ ആണ് പെർമ്യൂട്ടിറ്റ്. അതായത് ഫങ്ഷണലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇത് നമ്മൾ സാധാരണ മോളിക്കുലാർ സീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അയോൺ എക്സ്ചേഞ്ച് റെസിൻസിലും നമ്മൾ ഈ പെർമ്യൂട്ടിറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഫങ്ഷണലൈസ്ഡ് ആയിട്ടുള്ള സിന്തറ്റിക് ആയിട്ടുള്ള സിയോളൈറ്റ്സുകളാണ് പെർമ്യൂട്ടിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദ മെറ്റാലോ പ്രോട്ടീൻ ഫങ്ഷൻസ് ആസ് ആൻ ഇലക്ട്രോൺ കാരിയർ ഈസ്. അതായത് ഇലക്ട്രോൺ കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന മെറ്റാലോ പ്രോട്ടീൻ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ട്രാൻസ്ഫെറിൻ, ഓപ്ഷൻ ബി മയോഗ്ലോബിൻ, ഓപ്ഷൻ സി സൈറ്റോക്രോം, ഓപ്ഷൻ ഡി ക്ലോറോഫിൽ. ഏതാണ്? നമുക്കറിയാം സൈറ്റോക്രോം ആണ് ഇലക്ട്രോൺ കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന മെറ്റാലോ പ്രോട്ടീൻ. ഓക്കെ, ഇത് ഒരു അയൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു മെറ്റാലോ പ്രോട്ടീൻ ആണ് നമ്മളുടെ സൈറ്റോക്രോം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be used as a precursor
ടു ദി ബയോസിന്തസിസ് ഓഫ് സ്റ്റിറോയിഡ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മളുടെ സിലബസിൽ തന്നെയുള്ള നമ്മളുടെ നാച്ചുറൽ പ്രോഡക്ട്സ് ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. സ്റ്റിറോയിഡ്സിന്റെ ബയോസിന്തസിസിന് യൂസ് ചെയ്യാത്ത പ്രിക്കോസർ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്ക്വാലീൻ ആണ്. ഓപ്ഷൻ ബി ലാനോസ്റ്റിറോൾ ആണ്. ഓപ്ഷൻ സി പറയുന്നത് ജെറാനിൽ പൈറോഫോസ്ഫേറ്റ് ആണ്. ഓപ്ഷൻ ഡി റെറ്റിനോൾ ആണ്. അതായത് സ്റ്റിറോയിഡ്സിന്റെ ബയോസിന്തസിസിന് യൂസ് ചെയ്യാത്ത ഒരു പ്രിക്കോസർ ഏത്? നമുക്കറിയാം ഏതാണ്. ഓപ്ഷൻ ഡി റെറ്റിനോൾ ആണ്. ഇത് റെറ്റിനോയിഡ് ഗ്രൂപ്പിൽ വരുന്നതാണ്. നമ്മളുടെ ഗ്രോത്തിനും ഐസൈറ്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾ ആണ്. ഇത് സ്റ്റിറോയിഡ്സിന്റെ ബയോസിന്തസിസിൽ ഒരു പ്രിക്കോസർ ആയിട്ട് വരുന്നില്ല. ബാക്കി പറയുന്ന സ്ക്വാലീൻസ്, ലാനോസ്റ്റിറോള്, ജെറാനിൽ പൈറോഫോസ്ഫേറ്റ് ഒക്കെ സ്റ്റിറോയിഡ്സിന്റെ ബയോസിന്തസിസിൽ പ്രിക്കോസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഐഡന്റിഫൈ ദ പ്രോഡക്റ്റ് ബി ഇൻ ദി റിയാക്ഷൻ. ഓക്കെ, നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഒരു നൈട്രോഫീനോളിൽ നിന്ന് നമ്മൾ അതിനെ ഫസ്റ്റ് റെഡ്യൂസ് ചെയ്യാണ്. സോഡിയം ബോറോഹൈഡ്രൈഡ് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു കോമ്പൗണ്ട് എ കിട്ടുന്നു. അതിനെ വീണ്ടും ട്രീറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി, ഇതിൽ ബി ഏത് എന്നുള്ളതാണ്. അസറ്റിക് അൻഹൈഡ്രൈഡ് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എനെ അസറ്റിക് അൻഹൈഡ്രൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബി കിട്ടുന്നു. അപ്പോ ഈ റിയാക്ഷനിലെ ഓപ്ഷൻ ബി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അറിയാം ഇത് എന്തിന്റെ സിന്തസിസ് ആ? നമ്മളുടെ പാരസെറ്റാമോളിന്റെ സിന്തസിസ് ആണ്. പിന്നെ തന്നിരിക്കുന്ന ഓപ്ഷൻ ആസ്പിരിൻ, ഫിനോബാർബിറ്റാൾ, അതേപോലെ തന്നെ ഫിനാസെറ്റിൻ എന്നുള്ളതാണ്. ഇതിൽ നമുക്കറിയാം ഫസ്റ്റ് റിഡക്ഷൻ ആണ് അല്ലെ. അപ്പോ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇവിടെ പ്രസന്റ് ആയിരിക്കുന്ന ഈ നൈട്രോ ഗ്രൂപ്പ് അമിനോ ഗ്രൂപ്പായി മാറും. ദെൻ അടുത്ത സ്റ്റേജില് ഇത് എന്തിനോട് റിയാക്ട് ചെയ്യും? നമ്മളുടെ അസറ്റിക് അൺഹൈഡ്രൈഡിനോട് റിയാക്ട് ചെയ്യും അല്ലെ. അസറ്റിക് അൺഹൈഡ്രൈഡിനോട് റിയാക്ട് ചെയ്തിട്ട് നമ്മള് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ പാരസെറ്റാമോള് ഫോം ചെയ്യുന്നു. ഇതാണ് NHCOCH3. ഓക്കെ, ഇതാണ് ഈ റിയാക്ഷനിലെ മേജർ പ്രോഡക്റ്റ്. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ എ പാരസെറ്റാമോൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഫസ്റ്റ് നൈട്രോ ഗ്രൂപ്പ് അമിനോ ഗ്രൂപ്പ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ദെൻ നമ്മളുടെ അൺഹൈഡ്രൈഡിനോട് റിയാക്ട് ചെയ്തിട്ട് പാരസെറ്റാമോൾ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ 340 gram of ammonia is decomposed at a standard temperature pressure, the volume of nitrogen produced in liters. അതായത് 340 gram അമോണിയ ഡീകമ്പോസ് ചെയ്യാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷർ ആൻഡ് STP കണ്ടീഷനിലാണ്. വോളിയം ഓഫ് നൈട്രജൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ലിറ്റേഴ്സ് ആണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 140 ലിറ്റർ, 170 ലിറ്റർ, 448 ലിറ്റർ, 224 ലിറ്റേഴ്സ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 340 gram ഓഫ് അമോണിയ ആണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്ര മോൾസ് ഓഫ് അമോണിയ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ എത്ര എന്ന് കണ്ടുപിടിക്കണം. എത്ര ഗ്രാം തന്നിരിക്കുന്നത്? 340 gram ആണ്. അമോണിയയുടെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 17 ആണ്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് ഏകദേശം 19.89 റേഞ്ചിലാണ് ആൻസർ കിട്ടുക. അടുത്തത് നമുക്ക് ഇത്രയും അമോണിയ ആണ് ഡീകമ്പോസ് ചെയ്യുന്നത്. അപ്പൊ അമോണിയയുടെ ഡീകമ്പോസിഷൻ എങ്ങനെയാ? നമുക്കൊന്ന് ഇക്വേഷൻ എഴുതി നോക്കാം. നമുക്കറിയാം 2 മോൾസ് ഓഫ് അമോണിയ ഡീകമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? 1 മോൾ ഓഫ് നൈട്രജൻ ആണ് പ്രൊഡ്യൂസ് ആവുന്നത്. അതിൻ്റെ ഒപ്പം നമുക്കറിയാം 3 മോൾസ് ഓഫ് ഹൈഡ്രജനും പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ്ഡ് ആയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ എന്നുള്ളത് 1 ആണ്. അതായത് നമുക്ക് പറയാം 2 മോൾസ് ഓഫ് അമോണിയ ഡീകമ്പോസ് ചെയ്യുമ്പോൾ 1 മോൾ നൈട്രജൻ ആണ് പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം
എത്ര മോൾസ് ഓഫ് നൈട്രജൻ ആണ് ഇവിടെ പ്രൊഡ്യൂസ്ഡ് ആവുന്നത് അല്ലെ? നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ. അതായത് നമുക്കറിയാം ഇവിടെ ടോട്ടൽ നമ്പർ എത്രയാ? 19.9 മോൾസ് ഓഫ് അമോണിയ എടുത്തു. അത് എത്ര മോളാ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്? 2 മോൾസ് ഓഫ് അമോണിയ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോ 1 മോൾസ് ഓഫ് നൈട്രജൻ ആണ് ഇവിടെ നമുക്ക് പ്രൊഡ്യൂസ്ഡ് ആയി കിട്ടുന്നത്. അപ്പൊ ഇത്രയും മോൾസ് ഓഫ് നൈട്രജൻ ഇവിടെ പ്രൊഡ്യൂസ്ഡ് ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ആൻസറിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 22.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏകദേശം വരിക 2 to 3 എന്നുള്ള റേഞ്ചിലാണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിലോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന 2 to 4 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കൺസിഡർ ദാറ്റ് എ പ്രോസസ് ഈസ് ബോത്ത് എൻഡോതെർമിക് ആൻഡ് സ്പോണ്ടേനിയസ്, then the correct statement is. അതായത് ഒരു പ്രോഡക്റ്റ് സ്പോണ്ടേനിയസ് ആയിട്ടും എൻഡോതെർമിക് ആയിട്ടും നടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡെൽറ്റ ജി ഈസ് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ എസ് ഈസ് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ എസ് ഈസ് ലെസ് ദാൻ 0, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു 0. രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. പ്രോസസ്സ് എൻഡോതെർമിക് ആണ്. അതായത് എന്താ? ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോസസ് ആണ്. നമുക്കറിയാം എൻഡോതെർമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ ഡെൽറ്റ എച്ച് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ദെൻ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണ് എന്ന് പറയുന്നുണ്ട്. ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അതിൻ്റെ ഡെൽറ്റ ജി വാല്യൂ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും നമുക്കറിയാം. ഒരു പ്രോസസ്സ് എൻഡോതെർമിക് ആണ്, സ്പോണ്ടേനിയസ് ആണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നമ്മളുടെ ഇക്വേഷൻ അറിയാം അല്ലെ? ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇതിൽ നമ്മൾ പറഞ്ഞു ഡെൽറ്റ ജി നമുക്ക് നെഗറ്റീവ് ആയാൽ മാത്രമേ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുള്ളൂ. അതുകൂടാണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റിയാക്ഷൻ എൻഡോതെർമിക് ആണ്. അപ്പോൾ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എന്താണ്? നമുക്കറിയാം പോസിറ്റീവ് ആണ്. ഇനി ഇത് രണ്ടും ഫിക്സഡ് ആണ്. ഇനി നമുക്ക് ആകെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ അല്ലെങ്കിൽ ടേം എന്ന് പറയുന്നത് ഈ ടി ഡെൽറ്റ എസ് ആണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ടിയില് ഡെൽറ്റ എസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇത് നെഗറ്റീവ് ആയിട്ട് തന്നെ കിട്ടണം. സ്പോണ്ടേനിയസ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ ജിന്റെ വാല്യൂ നെഗറ്റീവ് ആവണം. അപ്പൊ ഈ വാല്യൂ നെഗറ്റീവ് ആവണമെങ്കിൽ ഈ ഇവിടെയുള്ള നെഗറ്റീവ് ക്വാണ്ടിറ്റി ഏതാ? ടി ഡെൽറ്റ എസ്. അപ്പൊ ടി ഡെൽറ്റ എസ് എപ്പോഴും പോസിറ്റീവ് ആയിരുന്നാൽ മാത്രമേ ഈ ഡെൽറ്റ ജിന്റെ വാല്യൂ നെഗറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡെൽറ്റ എസ് ഈസ് ഗ്രേറ്റർ ദാൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ കോഴ്സിനെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് CCയുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഒക്കെ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള, അതായത് ക്ലാസ്സിലെ നമ്മളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ടോപ്പിക്സിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ കവർ ചെയ്യുന്ന ഒരു സെഷൻസ് അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റുകളും അതേപോലെ തന്നെ MCQ ചെയ്ത് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസിന്റെ PDF നോട്ടുകളും ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഈ വരുന്ന സെറ്റ് എക്സാം ഉറപ്പായും ക്രാക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതേപോലെ എല്ലാവരും കൂടുതൽ സ്റ്റഡി വീഡിയോകൾക്കായി നമ്മളുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.